നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മിയോടാ ഞാൻ പറയുന്നേ, കേൾക്കുന്നില്ലേ? ഞാൻ ആ ശ്യാമയെ കൊണ്ട് പാടിപ്പിക്കാൻ എന്താ മാർഗമെന്ന് ആലോചിക്കുകയായിരുന്നു. നന്നായി. സ്റ്റേജിൽ കയറി പെർഫോമൻസ് തുടങ്ങാൻ സമയമായി. അപ്പോഴാ പാടാൻ അവളെ സമ്മതിപ്പിക്കാനുള്ള വഴി തേടുന്നേ. നമ്മൾ വേറെ ആളെ വെച്ച് പാടിച്ചാൽ അത് പറ്റില്ല. ഒന്ന്, മറ്റുള്ളവരെ ശബ്ദം തിരിച്ചറിഞ്ഞത് പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ ആ വർമ്മ നമ്മുടെ തന്ത്രങ്ങളെല്ലാം പൊളിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പലവട്ടം മമ്മിയോട് പറഞ്ഞതല്ലേ. അപ്പൊ മമ്മി പറഞ്ഞു വരട്ടെ, വഴി കാണാം, ശരിയാകുമെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അവസാന നിമിഷത്തില് അവളെ കൊണ്ട് പാടിക്കാനുള്ള വഴി നോക്കുക. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഈ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ പിന്നെ എന്നെ മമ്മി കാണില്ല. ഞാൻ ഈ നാട് വിട്ട് എന്നെ ആരും തിരിച്ചറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് പോവും. എന്തായാലും നാണം കെട്ട് ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. നീ ടെൻഷൻ ആവാതെ വിസ്മയ, ഞാൻ ഒടുവിലൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തന്ത്രം ഒന്ന് നടപ്പായി കിട്ടിയ ഒരു കാര്യം ഉറപ്പാ, ഈ ഫംഗ്ഷനും ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടും. അതും ആ വർമ്മയുടെയും അഖിലിന്റെയും മുമ്പിൽ വെച്ച്. ആ ശ്യാമയെ കൊണ്ട് ഞാൻ പാടിക്കും. പറ മമ്മി, എന്താ ഐഡിയ? ഐഡിയ പറയാം. ആദ്യം ഞാൻ അത് നടപ്പാക്കാനുള്ള ആളെ വിളിക്കട്ടെ. ആരാ മമ്മി അത്? ഞാൻ ഫോൺ ചെയ്യാം, അപ്പൊ നീ കേട്ടോ. എന്താ മേഡം, എന്താ വിളിച്ചേ? എന്റെ ജയന്തി മോളെ എന്ത് ചെയ്യാ? അയ്യോ, അത് മാഡം, ഞാനിങ്ങനെ കൂട്ടിലടച്ച കിളിയെ പോലെ വെറുതെ ഇങ്ങനെ വല്ലാത്ത ജീവിതമായിപ്പോയി, അത്ര തന്നെ. എന്നാ നാളെ വൈകിട്ട് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? എന്താ മാഡം? അതെ, ഞാനും മോളും നാളെ വൈകിട്ട് കാറുമായിട്ട് വരും. ആരും കാണാതെ ജയന്തിയും കൂട്ടി നമ്മൾ ബീച്ചിലും 5 സ്റ്റാർ ഹോട്ടലിലുമൊക്കെ അടിച്ചു പൊളിച്ച് ജയന്തിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരും. എന്താ? അയ്യോ, ഞാൻ സ്വപ്നം കാണാണോ? പിന്നെ ജയന്തിക്ക് ഇഷ്ടപ്പെട്ട വളയോ മാലയോ നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിത്തരും. അയ്യോ, ഇതെല്ലാം നടക്കോ മാഡം? നടക്കും. ജയന്തി എനിക്ക് വേണ്ടി ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താ മാഡം പറയേ, എന്ത് വേണോ ഞാൻ ചെയ്യാം. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേക്ക്. ഇനി ഒരു നിമിഷം വൈകരുത്. ശ്യാമയുടെ അമ്മ എവിടെ ഉണ്ടല്ലോ, വേഗം വേണം. അമ്മയും ഞാനും എവിടെയുള്ളൂ, വേറെ ആരും ഇല്ല. അത് നന്നായി. വേഗം ഞാൻ പറഞ്ഞത് ചെയ്. ശരി മാഡം. മമ്മി, ഇത്രയും വലിയ ഐഡിയ ഒക്കെ ഈ തലയ്ക്കകത്ത് എവിടെയായിരിക്കുന്നേ? നീ നോക്കിക്കോ മോളെ, ജയന്തി അത് ചെയ്തിരിക്കും. ബാക്കി നമ്മളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.